തന്റെ തുറന്നു പറച്ചിലിൽ എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പ്രൊഫഷണൽ സൂയിസൈഡ് ഉണ്ടായപ്പോഴാണ് പ്രതികരിച്ചത്. ആരോഗ്യമേഖലയിൽ ബ്യൂറോക്രസിയുടെ വീഴ്ചയുണ്ടെന്നും ഡോക്ടർ തുറന്നടിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി DMEക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷം ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഉപകരണങ്ങൾ വേഗത്തിലെത്തി. എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ എത്തിയതെന്ന് ഡോക്ടർ ചോദിച്ചു. പ്രശ്നമുണ്ടായാലേ പരിഹാരം കാണുമോ എന്ന ചോദ്യവും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിക്കുന്നു. നിലപാടിൽ ഉറച്ചു നിന്ന ഡോക്ടർ വീഴ്ചയ്ക്ക് കാരണം ബ്യൂറോക്രസിയാണെന്ന് ആവർത്തിച്ചു. അവിടെ മാറ്റം വരണം. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ബ്യൂറോക്രസിക്ക് പ്രശ്നമുണ്ട്. എന്നെ സർവീസ് അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ. പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖല ഉയർച്ചയിലേക്ക് പോകുമെന്നും ഡോക്ടർ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വിദഗ്ധ സമിതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ വ്യക്തമാക്കി. വിദഗ്ധ സമിതി അന്വേഷണ റിപ്പോർട്ട് DMEക്ക് കൈമാറും. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യമടക്കം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും. ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലെ നൂലാമാലകൾ പരിഹരിക്കണമെന്ന നിർദ്ദേശം വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യത്തിലും മാറ്റം വേണമെന്ന നിർദ്ദേശമുണ്ടായേക്കും. അതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുഖം തരാതെ മന്ത്രി വാഹനത്തിൽ മടങ്ങി. സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ എങ്ങനെ പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സിസ്റ്റം പൂർണ്ണമായി ഉടച്ചു വാർത്താൽ മാത്രമേ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കൂ. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.